അപ്പോൾ നമ്മുടെ ദൃശ്യങ്ങൾ വരുവാണ്, എന്താണ് പ്രതീക്ഷകളൊക്കെ? ദൃശ്യത്തെ ഒരു വിമർശനം പറയാനുണ്ട്, സീരിയൽ ടൈപ്പാണ്, അങ്ങനെയൊന്നല്ല, പടം ഉഗ്രനാണ്. ലാലേട്ടൻ നടനെ കാണാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലാലേട്ടൻ താരമേ ഉള്ളൂ, ലാലേട്ടൻ നടന്നില്ല. ബേസിക്കലി മമ്മൂട്ടിയുടെ ഫിലിമാണ് ആദ്യം മുതലേ. പടം സൂപ്പർ ഹിറ്റായി, ഒരു സംശയമില്ല. ഒരു ദൃശ്യം 4 ദൃശ്യം 5 ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ദൃശ്യം 3 എന്തായാലും ഹിറ്റായിരിക്കും. ഒരു 350-400 കോടി നേടി വാഴയുടെ റെക്കോർഡിൽ പൊട്ടിച്ച് ഭയങ്കര ഹിറ്റായി, യാതൊരു സംശയമില്ല. ഫാമിലിയും കയറും, യൂത്തും കയറും, എല്ലാവരും കയറും. ഇതിന്റെ ബുക്കിംഗ് ഒക്കെ ഭയങ്കര റെക്കോർഡ് ബുക്കിംഗ്. ഇല്ല, 2 ആഴ്ച 10 ദിവസം മുമ്പേ ബുക്കിംഗ് തുടങ്ങി. ആണല്ലേ? അവർക്ക് എന്തായാലും ഇറങ്ങുന്ന മുമ്പേ മുതലാക്കി കാശാണ്. ചെറിയ ലോ ബഡ്ജറ്റ് ആണല്ലോ, ഭയങ്കര. പിന്നെ ഹിന്ദിയിലൊക്കെ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വളരെ ഹൈ ആണ്, കാരണം ചിലവാക്കും കാശ് കുറവാണല്ലോ. പിന്നെ ലാലേട്ടൻ എന്ന ഒരു ഫാമിലി മാൻ, ലാലേട്ടനെ കാണാം. ലാലേട്ടൻ മീന നല്ല പേരിങ് ആണ്. പടം എന്തായാലും സൂപ്പർ ഹിറ്റായി. പിന്നെ ട്രെയിലർ ഇപ്പോൾ ചെയ്താനെ പോലെ ആൾക്കാരെ വിമർശിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും കാര്യമില്ല. പിന്നെ ജിത്തു ജോസഫ് പറഞ്ഞ കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ ഇച്ചിരി കൂടുതലുണ്ടാവുന്നു. ബേസിക്കലി ഇത് ഫാമിലി ഫിലിമാണ്. പിന്നെ ഇത് ജോർജ് കുട്ടി കുറച്ച് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം കഴിയുമ്പോഴേക്ക് ഇനി എന്താ സംഭവിക്കുന്ന അറിയില്ല. ജോർജ് കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. അതെല്ലാം ലാലേട്ട് നന്നായിട്ട് അഭിനയിച്ച് കാണിക്കും. ഇമോഷണൽ രംഗം കാണാനാണ്. ഇമോഷൻസ് മമ്മൂക്കയും എടുക്കാനാണ്. ഇമോഷണൽ മമ്മൂക്കി ലാലേട്ട് രണ്ടുപേരും ഒരേപോലെയാണ്. സെന്റിമെന്റ്സ് കാണിക്കാൻ രണ്ടുപേരും എടുക്കാറാണ്. ഇത് പണ്ട് മമ്മൂട്ടിയുടെ ആസെ നിങ്ങളൊരു ലാലേട്ട ഫാൻ ആയതുകൊണ്ട് മോഹൻലാൽ ഭയങ്കരമായിട്ട് ഇമോഷൻ വരുമ്പോൾ കരയോ? അറിയില്ല. നമ്മൾ കിരീടം ബർത്തൽ കണ്ട് കരഞ്ഞിട്ടില്ലേ? നമ്മുടെ ദൃശ്യം 1 ഒരു അടിക്കുന്ന സീനില്ല, അത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡി പെരുമ്പാറിന് രസം തോന്നി. എന്തായാലും ആൻഡി പെരുമ്പാറിന് കോടികളുണ്ടാകാം. പടം സൂപ്പർ ബമ്പർ ഹിറ്റായി. ഇപ്പൊ തന്നെ റെക്കോർഡ് ബുക്കിംഗ് ആയി, ഇപ്പൊ തന്നെ കളക്ഷൻ വന്ന് എടുക്കാൻ. ഇങ്ങനത്തെ പടങ്ങളാണ് ചെറിയ ബഡ്ജറ്റിൽ മാക്സിമം പ്രോഫിറ്റ് ആകുമ്പോൾ ഞാൻ ലാഭം വരുന്നത്, തുടരും പോലെയല്ല. അതാണ് മലയാള സിനിമയുടെ ഒരു ത്രെഡ്. അങ്ങനെയാണ്. ചെറിയ ബഡ്ജറ്റിലാക്കിയിട്ട് ഭയങ്കര ഹിറ്റാകും. എന്നാലും പടം സൂപ്പർ ഹിറ്റായി. ലാലേട്ടൻ ആറാണ്ടും അതുപോലെ ആ ചെറിയ കൊച്ചൊക്കെ ഇപ്പോൾ വലുതായി, അവരെ വലിയ കുട്ടികളായി. പക്ഷേ ജോർജ് കുട്ടിക്കും റാണിക്ക് മാത്രം വലിയ വ്യത്യാസമൊന്നുമില്ല. റാണിയൊക്കെ ഭയങ്കരമായിട്ട് പ്രായം കുറഞ്ഞു. റാണി വളരെ സുന്ദരിയായി, വളരെ യങ്ങായി. എന്തായാലും തകർക്കട്ടെ. തിയേറ്ററിൽ ബോക്സ് ഓഫീസ് ആറട്ടെ. ഇത്ര നാളത്തെ എല്ലാ റെക്കോർഡും. ഇങ്ങനെ വലിയ ഹിറ്റുകൾ വേണം മലയാളം സിനിമയിൽ, എന്നാൽ സിനിമ പിടിച്ചേക്കുള്ളൂ. വലിയ ഹിറ്റുകൾ വേണം. ഇപ്പോൾ ലാലേട്ടന് തുടരാൻ ഏറ്റവും വലിയ കളക്ഷൻ, അതിന് വ്ലോഗ് വെട്ടിച്ചു, വാഴ വെട്ടിച്ചു. ഇനി വീണ്ടും ലാലേട്ടൻ ഇത് വെട്ടിക്കാൻ പോവാം. ദൃശ്യത്തിലൂടെ എല്ലാ റെക്കോർഡും പഠിക്കാൻ പോവാം. ഓക്കെ.